ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ആശംസകൾ. ഇതൊരു ഓണം വ്ലോഗാണ്. സദ്യക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സദ്യക്കൊക്കെ തലേന്ന് തന്നെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ തിരുവോണദിനായിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നപ്പോൾ ആദ്യം കണ്ടത് അവിയൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. സദ്യയിലെ പ്രധാന ഐറ്റവും നമ്മുടെ അവിയലായതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ഡിഷ് കൂടാണ് അവിയൽ എന്ന് പറയുന്നത്. അവിയലിൻ്റെ പല സൈഡ് വ്യൂ ഞാൻ എടുത്ത്, അതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കുന്നത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ലാസ്റ്റ് കടുക് പൊട്ടിച്ച് ഒഴിക്കുന്ന ടൈം ആയപ്പോഴാണ് ഞാൻ എത്തിയത്. അപ്പം സാമ്പാറും അവിയലും മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ആക്ച്വലി നമ്മുടെ സദ്യയിൽ മെയിൻ ഐറ്റംസ് അത് രണ്ടും തന്നെ അല്ലേ, ഈ സാമ്പാറും അവിയലും. എന്ന് മറ്റുള്ള വിഭവങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയ ഒരു അഭ്യുദയകാംക്ഷി ഉപ്പ്. അങ്ങനെ അടുക്കളയിൽ മുട്ടിത്തിരിയലിന് ശേഷം നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ സിറ്റ് ഔട്ടിലാണ് സാധാരണ പൂവിടാറ്. 50 രൂപയ്ക്ക് പൂ വാങ്ങിയ ശേഷം ഞങ്ങൾ വീട്ടിലെ ഇലകളും മറ്റുള്ള പൂക്കളും എല്ലാം അരിഞ്ഞ് നമ്മുടെ പൂക്കളം അടിപൊളിയാക്കി. പൂക്കളം വലുതാക്കാൻ വേണ്ടി നമുക്ക് ഇലകളൊക്കെ അരിഞ്ഞിടുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ക്ലിപ്പായിരുന്നു. അത് ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. അപ്പം സാരിയും കമ്മലൊക്കെ ഇട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ പായസം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതിനെ അവിടെ തിളയ്ക്കാൻ വിട്ട ശേഷം ഞാൻ എൻ്റെ സ്വന്തം വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു. ചില സമയത്തൊക്കെ ഞാൻ ഫസ്റ്റ് റെഡി ആയിരിക്കേ, ചില സമയത്ത് ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് റെഡി ആവുന്നത്. ഇന്ന് ഞാൻ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ശ്രീകുട്ടിയാണത്, അവളും ഇന്ന് ഫസ്റ്റ് തന്നെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ്. പിന്നെ ഇവരൊക്കെ ഓണത്തിന് രാവിലെ എത്തിയ ആൾക്കാരാണ്. വ്ളോഗിന് കുറച്ച് പൊലിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ആമീനോട് ചാടിക്കളിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇവൾ എത്രത്തോളം ചാടിക്കളിക്കുന്നു, പൂക്കളത്തിൽ പോയി കൈകുത്തുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ 2 വ്യക്തികളെ ഞാൻ കാണുകയും അവരുമായിട്ട് ഓണത്തെക്കുറിച്ചുള്ള ഒരു സംവാദത്തിൽ ഏർപ്പെടുകയുമാണ് പിന്നെ ചെയ്തത്. പറ ഹാപ്പി ഓണം. ചേച്ചി പറയുന്ന പോലെ പറ. ഒരുമിച്ച് 2, 3 സ്റ്റാർട്ട്. എന്താ നമ്മൾ കഴിക്കാൻ പോകുന്നത്? സദ്യക്ക് എന്തെല്ലാം ഉണ്ട് കറികൾ? യു ഡോണ്ട് നോ നത്തിങ്? ഒന്നും അറിയില്ല? ഉണ്ണി സദ്യന്റെ ഒരു സാധനം പറ. കേക്കോ? ഇവള് ഈ ഒരു ആമി ഒരു ഇത് പറ. ചോറ് എന്തായാലും ഉണ്ടാവും. സദ്യക്കുള്ള മെയിൻ ആയിട്ടുള്ള സാധനം പറ. മെയിൻ ആയിട്ടുള്ള സാധനം അറിയോ? ഇല്ലാന്ന് പറയാനോ? ഒരു ഓണപ്പാട്ട് പാട്ട് 2 പേരും കൂടെ. വന്നിട്ട് പോന്നാലേ നേരെ വഴികല്ലേ. എങ്ങനെ വഴിക്കണെങ്ങനെ? എന്താ മഞ്ചേരി ഓണത്തെ കുറിച്ച് ഒരു ഓർമ്മ പങ്കുവയ്ക്കൂ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർമ്മ വരിക? ആമിക്കോ? അതാണ് എനിക്ക് ഓർമ്മ വരിക. ഓണം എന്ന് പറഞ്ഞ ശരിക്കും എന്താ ഓർമ്മ വരിക? ഗിഫ്റ്റ് കൊണ്ടുവരുമോ? ഗിഫ്റ്റ് തരും. അത് ക്രിസ്മസ് അപ്പൂപ്പനല്ലേ? അപ്പം മാവേലിയോ? അരിയോ? അരി മാവേലി തരിക? കർഷകനല്ല? കർഷകനാ തരിക അരി? അപ്പം മാവേലി കർഷകനാ? അപ്പൊ മാവേലിയിൽ അരി തരും പറഞ്ഞു. നെല്ല് തരുമോ? അത് നെല്ല് നല്ല അരി കിട്ടുക.
അവിടുത്തെ പണിക്കാര് മാവിന്റെ കയ്യിൽ പണിക്കാര് മാവേലിന്റെ കയ്യില് അരി കൊടുക്കും. അപ്പൊ അരി നമുക്ക് മാവേലി കൊണ്ടുതരും. അത് പുതിയൊരു കഥയാണല്ലോ അല്ലേ? ആമി കേട്ടുന്ന കഥ? മാവേലിന്റെ ഐതിഹ്യം എന്താ ഓണത്തിന്റെ? ആ പറ, കഥ എന്താ? ആ കഥ എന്താ പറ. ആമിക്ക് അറിയില്ല. ശ്രീകുട്ടിക്ക് അറിയോ? നമ്മളെപ്പോഴും കൊറ ചൂണ്ടിക്കും, മുട്ടുകൊതയും അങ്ങനത്തെ കൊതയും. അതിലുള്ള സംഭവം ഓണത്തിനെ പറ്റിയുള്ള ഐതിഹ്യം എന്താണ്? ഒരു കഥ അല്ലേ? അങ്ങനത്തെ കഥ എന്താ, ഒരു കഥ ഉണ്ട്. മാവേലി എങ്ങനെയാണ്, മാവേലി ഓണത്തിന് മാത്രം വരും നമ്മളെ വീട്ടിലേക്കൊക്കെ. അത് എന്തുകൊണ്ടാണ്? മറ്റുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ട് മാവേലി വരുന്നില്ല? എന്താ, അത് ഓണായത് കൊണ്ടാണ് വരുന്നത്. അത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറഞ്ഞാൽ മാവേലിക്ക് ഓണത്തിന് മാത്രമേ വരാൻ പാടുള്ളൂ. ആ, അതാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താ, നമ്മളുടെ ക്രിസ്മസിക്കൊക്കെ സാന്റാപ്പൂപ്പനാണ് വരിക. പിന്നെ ഇതിനും വരും. സാന്റാപ്പൂപ്പൻ എപ്പോഴാ വരിക? പിന്നെ ഇവരോട് സംസാരിച്ചപ്പോഴാണ് ക്രിസ്മസ് അപ്പൂപ്പനും നമ്മുടെ മാവേലിയും തമ്മിലുള്ള കണക്ഷനും മാവേലി നമ്മുടെ ആ നിത്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചൊക്കെ ഞാൻ തന്നെ മനസ്സിലാക്കിയത്. പാവം അമ്മ എല്ലാവരും ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നപ്പോഴും പായസത്തിലിടാൻ അണ്ടിപ്പരിപ്പ് വറുക്കുകയാണ് അമ്മ. ഓണത്തിന് രാവിലെ മാവേലി വരുമെന്ന് പറയുന്നത് പോലെയാണ് രാവിലെ ചേച്ചി എത്തിയത്. ഒരു കിറ്റ് നിറയെ തുണികളുമായി. ഓണമായാലും തൻ്റെ കയ്യിലെ ബുക്കും പെൻസിലും കൈവിടില്ലെന്ന് പറഞ്ഞാണ് ആമി നടന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓണത്തിന് സ്റ്റാറ്റസ് ഇടേണ്ട മണ്ടേറ്ററി ആയിട്ടുള്ള ഓണം സാരി ലുക്ക് എടുക്കാൻ വേണ്ടി അന്യരുടെ തൊടിയിൽ പോയി. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ഞങ്ങളെ കാത്തിരുന്നത് അമ്മ ഉണ്ടാക്കി വെച്ച സദ്യയാണ്. അല്പനേരത്തെ കൺഫ്യൂഷന് ശേഷം ഞങ്ങളെല്ലാവരും നിലത്തിരുന്ന് ചോറ് തിന്നാൻ ആരംഭിച്ചു. ശ്രീകുട്ടി ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. ബീട്രൂട്ട് പച്ചടി ഏതാ, പൈനാപ്പിൾ പച്ചടി ഏതാന്ന് പറഞ്ഞ്. ഇതെന്താ? മത്തനും പയറും. ഇത് ഇത് എന്താ, മത്ത് എനിക്ക് അതിന്റെ പേരറിയില്ല. കുറച്ചും കൂടി എന്ന് പറഞ്ഞ് കുറച്ച് ചോറും അതിനാവശ്യമായ കറിയും ഞാൻ വാങ്ങി. പിന്നെ സാമ്പാറിലെ വെണ്ടയ്ക്കായും മുരിങ്ങക്കായും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് മറ്റുള്ള കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് വായിലേക്കൊരു ഉരുള ഇട്ട് നോക്കി. ഔഫ്, വാട്ട് എ ടേസ്റ്റ്! ആക്ച്വലി ഞാൻ നല്ല ഫ്രീ ആയിട്ട് ചോറ് തിന്നാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ റീൽസിലും ഷോർട്സിലും എല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് മെഹന്തി ഡിസൈൻ അവിടെ ഉള്ള ഒരു കുട്ടീനെ കൊണ്ട് ആക്ച്വലി ഈ കുട്ടി അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ്. അവർ ഓണത്തിന് വീട്ടിൽ വന്നതായിരുന്നു ഓണം ആഘോഷിക്കാൻ.
അങ്ങനെ മൈലാഞ്ചിട്ടലൊക്കെ കഴിഞ്ഞു. ഞാനൊരു റീൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചേനി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ മൈലാഞ്ചി ഇടാൻ മറന്നു. അങ്ങനെ നമ്മുടെ ഓണം വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ വെയിലിനെ പോലും വകവയ്ക്കാതെ പോയെടുത്ത ഫോട്ടോസ്. ഇൻസ്റ്റഗ്രാമിൽ എസ്തെറ്റിക്കായി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടി എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. ഓരോ ഓണവും ഓരോ ഓർമ്മകളാണ്. കഴിഞ്ഞ ഓണം എനിക്ക് പനിയും വയറിളക്കവും ഛർദിയുമായിരുന്നു. ഈ ഓണത്തിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.